വെന്നീസ് എന്തൊരു ഭംഗിയാടോ ഈ നാടിന്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ച ഭംഗിയുള്ള ഒരു നാട് നമ്മുടെ സ്വന്തം ആലപ്പുഴ. നമ്മൾ വന്നേക്കുന്നത് നല്ല ഒരു രുചിവിശേഷം തേടിയിട്ടാണ്, നിങ്ങളെ അത് കാണിക്കാൻ വേണ്ടിയിട്ടും. എന്തായാലും കൂടെ തള്ളി മറിക്കുന്നില്ല, അകത്ത് ചെന്ന് കഥ പറയാം. വിട്ടേക്കാം, വാ പോര്. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നല്ല ഷാപ്പായിട്ടിരിക്കണം. നല്ല ചോറ്, താറാവ് മപ്പാസ്, കരിമീൻ പൊള്ളിച്ചത്, കൂടെ അപ്പം. വയ്യ, നല്ല മണം കാരണേ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ എന്ത് പേരെന്താ? എൻ്റെ പേര് സജി. സജി, കുറേ വർഷം ഇവിടെ? അതെ, ഇത് തുടക്കം തൊട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഷാപ്പ് തുടക്കം തൊട്ടുണ്ട്. എന്തൊക്കെയാണ് അടുപ്പത്? ഇതിപ്പോൾ താറാവ് മപ്പാസ് ഉണ്ട്, പിന്നെ ഇത് പോർക്ക് ഫ്രൈ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഐറ്റം എന്താ? ഉറപ്പിച്ച് പറയാനായിട്ട് നമുക്ക് എല്ലാ ഐറ്റവും നമ്മുടെ ഗ്യാരണ്ടി ഉള്ള സാധനം. എന്നാലും ഒരു പടി മുകളിൽ ഇവിടുത്തെ മെയിൻ സാധനം നമ്മുടെ താറാവ് തന്നെ. താറാവ് മപ്പാസും അപ്പവും. അതെ, ബോർഡ് എഴുതി വെച്ചു. വെള്ളയപ്പവും താറാവ് മപ്പാസും. പിന്നെ അല്ലാതെ ഫിഷ് ആയിട്ട് വേറെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? ഫിഷ് ആയിട്ട് നമുക്ക് വരാല് കറിയുണ്ട്. പിന്നെ നമുക്കിപ്പോൾ മഞ്ഞക്കൂരിയൊക്കെ ഉണ്ടായിരുന്നു, തീർന്നാണ്. ഇത് വരാലിൻ്റെ കറിയാണ്. ഇത് കഷ്ണം വേണമെങ്കിൽ കാട്ടി തരാം. പിന്നെ നമ്മുടെ ആറ്റുവാളയുടെ കറി, പിന്നെ കേരക്കറി, നമ്മുടെ കടലിൽ എന്ന് പറഞ്ഞാൽ കേരക്കറിയും. കേരക്കറി മാത്രം, ബാക്കിയെല്ലാം നമ്മുടെ ഇത് ഇവിടുത്തെ മീൻ, നമ്മുടെ നാടൻ മീൻ. ചെമ്മീൻ ഫ്രൈ ഉണ്ട്, പൊടിമീൻ ഫ്രൈ ഉണ്ട്, പിന്നെ ഇത് സിലോപ്പിയാണ്. ഇതും ഫ്രൈ ആണ്. ഇതും ഫ്രൈ ആണ്. പിന്നെ നമ്മുടെ കാരിയുണ്ട്, ചെമ്പല്ലിയുണ്ട്. ഇത് പൊള്ളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൊള്ളിച്ച് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ പിന്നെ വറുത്താണെങ്കിൽ അങ്ങനെ കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഫ്രണ്ടിൽ നല്ല ഹൈടെക്കോട് കൂടി AC ഉള്ള വൈഫൈ ഉള്ള നല്ല ഒരു കള്ള് ഷാപ്പ്. എന്നാൽ തൊട്ട് പിറകിൽ ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന തരത്തിൽ ഓലമേഞ്ഞ ടെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഈ പുഴയുടെ തീരത്ത് അപ്പുറത്ത് വലിയ വലിയ കായൽ, അങ്ങനെ ഒരു നാടൻ സെറ്റപ്പിൽ അങ്ങനെ വൈബ് ആഘോഷിക്കണമെങ്കിൽ അങ്ങനെ വൈബ് സെറ്റ് ചെയ്തുകൊണ്ട് കുറേ ഹട്ടുകൾ കേട്ടോ. ഇതാ നൈസ്. അച്ഛൻ എപ്പം തുടങ്ങി ഷാപ്പ്? പണ്ട് ചെത്തായിരുന്നു അല്ലേ? ഞാനിപ്പോൾ 42 വർഷമായി. ചെത്തും ഷാപ്പും. അന്ന് ഷാപ്പ് കൂടിയായിരുന്നോ? അല്ല, തുറക്കെവിടെ? അത് കൊടുപ്പിന്ന ചങ്ങങ്കേരി. അവർ 6, 7, 14 കളി ഷാപ്പ്, 2 ഗ്രൂപ്പ് അങ്ങനെ നടത്തി. ഇപ്പം ഇങ്ങോട്ട് പോയി എത്ര വർഷമായി? ഇപ്പോൾ ഇതിപ്പോൾ 30 വർഷത്തിന് മേളിലായി ഇങ്ങോട്ട് വന്നിട്ട്. ഇടത്തുവ കളി ഷാപ്പ് നടത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ കൂട്ടുകുടുംബമായ ഷാപ്പ് നടത്തുന്നു. അപ്പോൾ അതിൻ്റെ വിജയം നമുക്കുണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കും, എല്ലാ ഐറ്റം ഫുഡുണ്ട്. അതുകൊണ്ട് ചെത്തി വരുന്ന കള്ള് അതേപോലെ നടച്ചിട്ട് കൊടുക്കും. കള്ളിന് നല്ല ചിലവാണ് നമ്മുടെ. നമുക്ക് ഉച്ചയൂണുണ്ട് ഇവിടെ അല്ലേ? ഉച്ചയ്ക്ക് ഊണുണ്ട്. അവിയലും അച്ചാറ്, പച്ചടി, തോരൻ, പിന്നെ സാമ്പാർ, പുളിശ്ശേരി. അപ്പൊ അമ്മത് കൊടുത്താ കിട്ടോ, അവിടെ വെയിറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ അങ്ങനെയാണ് അച്ഛൻ തുടങ്ങിയ പരിപാടി അല്ലേ? അങ്ങനെ ഹിറ്റായി നമ്മള്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. തൊഴിലാളികളുടെ എല്ലാം സഹകരണമുണ്ട്. അവരും നല്ല രീതിയിൽ നമ്മളോട് തന്നെ ആത്മാർത്ഥപരമായി നിന്ന് പ്രവർത്തിക്കുന്നു. അതിന്റെ വിജയം നമുക്കുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ കുറച്ച് വർഷമായി നല്ല വിശപ്പ്. കഴിച്ചിട്ട് കാണാം. ഒരു കുഴപ്പമില്ല. ഓക്കെ. നൈസാട്ടോ. ഇത് റൂഫായപ്പോഴും ഒന്നുകൂടി ഭംഗി. മൊത്തം നേരത്തെ കണ്ട പാലം, ഇപ്പുറത്തെ കായലും എല്ലാം ഈ നോക്കത്താ ദൂരത്തം നീണ്ടു കിടക്കുന്ന ആ കായലിൻ്റെ ഒരു പരപ്പ്, വെള്ളക്കെട്ട് ചുറ്റും, നല്ല വയൽ പ്രദേശം. ഓഹ്, എന്തൊരു ആംബിയൻസാ. നൈസ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഐറ്റം ഒക്കെ? ഞാനിങ്ങനെ കണ്ണുകളിരിക്കുക. നമ്മളിപ്പോഴേ ലൊക്കേഷൻ ഇപ്പൊ എന്താ ഇവിടെ? എടുത്തുവ കള്ള് ഷാപ്പാണ്. ഇത് പ്രോപ്പർ ഇപ്പം ആലപ്പുഴയിൽ നിന്ന് കായങ്കരി വരണം. കായങ്കരി ആലപ്പുഴ ടൗണിൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇവിടെ ഒരു 20-21 കിലോമീറ്റർ കാണും. എടത്തുവ കള്ള് ഷാപ്പ് ചോദിച്ചാൽ നാട്ടുകാർ പറഞ്ഞുതരും. അതിന് പുറമെ തന്നെ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് ലൊക്കേഷൻ. ശിവകാശി എന്നടിച്ചു കഴിഞ്ഞാൽ, ശിവകാശി കള്ള് ഷാപ്പ് അടിച്ചാൽ സ്ഥലം എക്സാക്ട് ലൊക്കേഷൻ കാണിക്കും. അതിൽ കൂടുതൽ ഫാമിലീസ് ആട്ടോ. ഫാമിലി വന്നിട്ട് കഴിച്ചാൽ അവർക്ക് പ്രൈവസി കിട്ടും. കാരണം എല്ലാം ഹട്ടായതുകൊണ്ട് തന്നെ പ്രൈവസി, ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ബാച്ചായിട്ടോ വന്നാൽ അങ്ങനെ ആഘോഷിക്കുക. ഇനി പലരുടെ വലിയ ബാച്ചാണെങ്കിൽ 10-30 പേരൊക്കെ ഒന്നിച്ച് വന്നാൽ തന്നെ ഇവിടെ വലിയ ഹോള് പോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കങ്ങനെ തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മൾ ഒരു അറ്റം തുടങ്ങി കഴിഞ്ഞാൽ പറയാൻ പേരൊന്നും അറിയില്ല, അതാ സത്യം പറഞ്ഞ അവസ്ഥ. ഇത് മുയലുണ്ട്, അതുപോലെ തന്നെ പൊടിമീനുണ്ട്, പോർക്ക്, ബീഫ്, അതുപോലെ തന്നെ കുടംപുളി ഇട്ട് വെച്ച വാള, അതുപോലെ തന്നെ ചെമ്മീനുണ്ട്, കാരിയുണ്ട്, കക്കയുണ്ട്, ഞണ്ടുണ്ട്, താറാവുണ്ട്, കേരയുണ്ട്, പിന്നെ കപ്പയുണ്ട്,
കണവയുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ചോറും ഉച്ചയ്ക്ക് മീൽസ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ എല്ലാം കൂടെ തുടങ്ങട്ടെ. അപ്പം അപ്പും താറാവുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നല്ല സോഫ്റ്റ് അപ്പം. നമ്മളെ ശിവകാശിയിലെ അടുത്തൊരു മെയിൻ ആയിട്ടാണ് കരിമീൻ പൊള്ളിച്ചത്. ഭയങ്കര ചൂട് കിട്ടാ. അതിടാ ചേമ്പും നല്ല കുടംപുളിയിട്ട കേരക്കറി. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. അപ്പോൾ എന്തായാലും എല്ലാം ഞാനങ്ങനെ കഴിച്ചുമ്പോൾ എല്ലാം വിട്ടേക്കും. അപ്പം വീണ്ടും പോകട്ടെ. എന്തായാലും ടാറ്റ ബൈ സുലാൻ.